ഡൽഹി അങ്ങനെ മൊത്തത്തിൽ കലുഷിതമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പാർലമെന്റിലേക്ക് ഏത് സമയവും എന്തും സംഭവിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഡൽഹിയിലെ മെട്രോ എല്ലാം അടച്ചിരിക്കുന്നു. ഒരു അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ. അതായത് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐ അലേർട്ടാണ്. അപ്പോൾ ഡൽഹിയിലേക്കായി പശ്ചിമ ബംഗാളിൽ നിന്നും 20 കമ്പനി CRPF ഉദ്യോഗസ്ഥർ ഡൽഹിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ പാർലമെന്റിന്റെ അകത്ത് വലിയൊരു പ്രശ്നം വീണ്ടും നടക്കുകയാണ്. അതായത് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ MP സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി സ്ത്രീകളുടെ ശരീരത്തിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 2 MP പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അതായത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കലുഷിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കവേ വനിതാ പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ അൺപാർലമെന്ററിയായ മോശം ഭാഷ പ്രയോഗിച്ചു എന്ന പരാതിയിൽ തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് പാർലമെന്റിൽ ഏതൊക്കെ ഭാഷകൾ ഉപയോഗിക്കണം, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം, എങ്ങനെ ഒരു പാർലമെന്റേറിയൻ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് MP എങ്ങനെ പാർലമെന്റിൽ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ചില ചട്ടങ്ങൾ ഉണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പുസ്തകം അവിടെ ഉണ്ട്. അതായത് ഏത് രീതിയിലൊക്കെ നമ്മൾ പ്രയോഗിക്കണം. ഈ അപമര്യാദയായി പെരുമാറുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ഈ പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒരു ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തെറി വാക്കുകളൊക്കെ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പാർലമെന്റിന്റെ ആ ഒരു സ്റ്റൈൽ ബുക്കിൽ ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് അൺപാർലമെന്ററിയാണ്. അത് ആ രേഖകളിൽ നിന്ന് അടക്കം മാറ്റാനായിട്ട് സ്പീക്കർക്ക് ഉത്തരവിടാൻ സാധിക്കും. അപ്പോൾ ഒരു പാർലമെന്റിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും MP-മാരെ, അത് ഭരണപക്ഷമായിരുന്നാലും ശരി പ്രതിപക്ഷമായിരുന്നാലും ശരി, MP-മാരെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ കല്യാൺ ബാനർജി 2 വനിതാ MP-മാരെ അപമര്യാദയായി പെരുമാറി. അതായത് കല്യാൺ ബാനർജി പാർലമെന്റിൽ 2 വനിതാ MP-മാരോട് സഭ്യമല്ലാത്ത ഒരു ഭാഷ പ്രയോഗിച്ചു, അവരോട് സഭ്യമല്ലാത്ത രീതിയിൽ അവരോട് പെരുമാറി എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ MP-മാർ, അതായത് വനിതാ MP-മാർ ഇപ്പോൾ സ്പീക്കർക്ക് പരാതി നൽകിയത്. അതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. അതായത് വർഷകാല സമ്മേളനത്തിന് ശേഷിക്കുന്ന മുഴുവൻ ദിവസങ്ങളിലേക്കുമാണ് അദ്ദേഹത്തെ അച്ചടക്ക നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കല്യാൺ ബാനർജി ഇനി പാർലമെന്റ് സമ്മേളനം, അതായത് ഈ വർഷകാല പാർലമെന്റ് സമ്മേളനം കഴിയുന്നത് വരെ പാർലമെന്റിലേക്ക് വരരുത്. അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. അതായത് ഒരാഴ്ചയോ അല്ലെങ്കിൽ 5 ദിവസമോ എന്നല്ല, ഈ വർഷകാല സമ്മേളനം, പാർലമെന്റിൽ നടക്കുന്ന വർഷകാല സമ്മേളനം അവസാനിക്കുന്നത് വരെയാണ് സസ്പെൻഷൻ. അതുവരെ നിങ്ങൾ പുറത്തു നിൽക്കണമെന്നാണ് സ്പീക്കർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. സഭയ്ക്കുള്ളിൽ നടന്ന രൂക്ഷമായ തർക്കത്തിനിടയിൽ കല്യാൺ ബാനർജി തങ്ങൾക്കെതിരെ അപകീർത്തിപരവും അതോടൊപ്പം തന്നെ അസഭ്യവുമായ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് കാട്ടിയാണ് 2 വനിതാ MP-മാർ സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഔദ്യോഗികമായ ഒരു പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പാർലമെന്ററി കാര്യമന്ത്രി അർജുൻ രാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ച സസ്പെൻഷൻ പ്രമേയം ലോക്സഭ ശബ്ദ വോട്ടോടെ പാസ്സാക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഭയുടെ അന്തസ്സിനെയും മര്യാദകളെയും സാരമായി മുറിവേൽപ്പിക്കുന്ന ഒരു പൊതു പെരുമാറ്റം അല്ലെങ്കിൽ ആണ് MP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് സഭാധ്യക്ഷൻ നിരീക്ഷിച്ചത്. ഒരു MP-യുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, ഇത് ജനങ്ങളുടെ ശ്രീകോവിലായ സഭയിൽ സഭ്യതയോടെയും മാന്യതയോടെയും സംസാരിക്കേണ്ട ഈ പാർലമെന്റിൽ ഒരു സ്ത്രീകളോട് പോലും ഇങ്ങനെ മോശമായ രീതിയിൽ, അതിപ്പോൾ സ്ത്രീകളായിരുന്നാലും ശരി തന്നെ ഒരു പുരുഷ MP-യോടായ പോലും ഇങ്ങനെ മാന്യമല്ലായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് ഓം ബിർള ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സസ്പെൻഷൻ പ്രമേയം പാസ്സായതിനെ തുടർന്ന് സമ്മേളനം അവസാനിക്കുന്നതുവരെ സഭാ നടപടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പാർലമെന്റ് മന്ദിരത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും കല്യാൺ ബാനർജിയെ പൂർണ്ണമായി വിലക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാർലമെന്റിന്റെ ഒരു പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യമടക്കം പാർലമെന്റിൽ ഏതെങ്കിലും പത്രസമ്മേളനം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലും പാർലമെന്റിന്റെ ഗേറ്റിന്റെ അകത്തേക്ക് ഈ സഭാ സമ്മേളനം കഴിയുന്നത് വരെ കല്യാൺ ബാനർജി പ്രവേശിക്കരുത് എന്നാണ് ഓം ബിർള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. NCP അംഗങ്ങളും അതോടൊപ്പം തന്നെ തൃണമൂൽ അംഗങ്ങളും തമ്മിൽ സഭയിൽ നടന്ന വാക്പോരിനിടയിലാണ് കല്യാൺ ബാനർജി 2 NCP വനിതാ അംഗങ്ങളോട് അപമര്യാദയായി പെരുമാറിയത്. ആ ഒരു നാടകീയമായ സംഭവങ്ങൾക്കിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായത്. സസ്പെൻഷൻ നടപടി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പാർട്ടിയിലെ സഹപ്രവർത്തകരായ MP-മാർക്കൊപ്പം കല്യാൺ ബാനർജി സ്പീക്കർ ഓം ബിർളയെ നേരിട്ട് കണ്ട് ഹിയറിംഗ് വേണമെന്ന് ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സമയം തേടുകയും ചെയ്തിട്ടുണ്ട്. സഭയിൽ വൻ പ്രതിഷേധങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമായ ഈ സസ്പെൻഷൻ പ്രതിപക്ഷ ചേരിക്കുള്ളിലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യ സഖ്യത്തിൽ ഉള്ളിൽ ആയിരുന്നു തൃണമൂൽ കോൺഗ്രസ് എങ്കിലും ഇപ്പോൾ മമതാ ബാനർജി രാഹുൽ ഗാന്ധിയോടൊപ്പം അടിച്ചു പിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പ്രത്യേകമായി തന്നെ നിൽക്കുന്നു. അതായത് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ഒന്നും തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കല്യാൺ ബാനർജിക്ക് ഒരു സംരക്ഷണം ഒരുക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഒരുക്കാൻ അല്ലെങ്കിൽ കല്യാൺ ബാനർജിയുടെ ഒപ്പം നിന്ന് സംസാരിക്കാൻ കോൺഗ്രസിൽ ഇപ്പോൾ, അതായത് ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ആരും ഇല്ല എന്നതാണ്
ഏറ്റവും അവർക്കൊരു തിരിച്ചടിയായി മാറുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം പാർലമെന്റിൽ ഒരു മുഖ്യ ഒരു വിഷയമായി ഭരണപക്ഷം എന്നത് BJP ഉയർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല.